ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. ഈ ഫിലിമിൽ ഉർവശി മാമിന് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത് 3 വയസ്സിലാണത്രേ. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് പല്ല് ഫോം ആകും. എന്നാൽ ഇത് പുറത്തേക്ക് വരുന്നത് 2 ഘട്ടമായിട്ടാണ്. ആദ്യത്തേത് മിൽക്ക് ടീത്ത്, രണ്ടാമത്തേത് പെർമനന്റ് ടീത്ത്. കുഞ്ഞുങ്ങൾക്ക് 6 മുതൽ 8 മാസം ആകുമ്പോഴാണ് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ നേരത്തെ, ഉദാഹരണത്തിന് ഒരു 4 മാസം ആകുമ്പോൾ, ചില കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ ലേറ്റ് ആയിട്ട്, ഉദാഹരണത്തിന് ഒരു 15 മുതൽ 18 മാസം ആകുമ്പോഴാണ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് പല്ല് നേരത്തെ വരുന്നു അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പല്ലാണ് പുറത്തു വരുന്നത് എന്നാണ്. കുഞ്ഞിന് ആദ്യം വരുന്നത് താഴെയുള്ള നടുവിലത്തെ 2 പല്ലുകളാണ്. ശേഷം മേലെയുള്ള നടുവിലെ 2 പല്ലുകൾ, ലാറ്ററൽ ഇൻസിസാസ്, ഫസ്റ്റ് മോളർ, കെനൈൻ, സെക്കൻഡ് മോളർ എന്നിങ്ങനെയാണ് പല്ല് വരുന്നതിന്റെ സീക്വൻസ്. കുഞ്ഞുങ്ങൾക്ക് പല്ല് ലേറ്റ് ആയിട്ട് വരാൻ 4 പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ജെനറ്റിക് ആയിട്ടുള്ള റീസൺസ്, അതായത് അച്ഛനും അമ്മയ്ക്കും പല്ല് ലേറ്റ് ആയിട്ട് വരുന്ന കേസ്. രണ്ടാമത്തത് ഒരു ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികള്. മൂന്നാമത്തേത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വൈറ്റമിൻ ഡി, കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം. പിന്നെ ഉള്ളത് ഹൈപ്പോതൈറോയിഡിസം കേസാണ്. പല്ല് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് താഴെ ടീത്ത് എന്ന് കമന്റ് ചെയ്യുക.